കേന്ദ്ര അവഗണനയ്ക്കെതിരെ കേരള സർക്കാരിന്റെ ഡൽഹി സമരം ഇന്നാണല്ലോ. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിസഭയിലെ മുഴുവൻ അംഗങ്ങളും ഇടതുമുന്നണി MLA-മാരും ഒക്കെ സമരത്തിൽ പങ്കെടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമരത്തിന് തമിഴ്നാട് സർക്കാർ പിന്തുണ പ്രഖ്യാപിച്ചു. രാവിലെ 11 മണിക്കാണ് ജന്തർ മന്ദറിൽ സമരം നടക്കുക. അനൂപ് ദാസ് അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനൂപ് ദാസ്, വലിയ പ്രതീക്ഷയിലാണ് ഇങ്ങനെ ഒരു സമരം സംഘടിപ്പിക്കുന്നത്. എന്തൊക്കെ പ്രതീക്ഷകളാണ് അവർ പങ്കുവയ്ക്കുന്നത്? മാത്രമല്ല, ഇന്നത്തെ പ്രതിഷേധ സമരത്തിന് മുന്നോടിയായി എന്തൊക്കെ ഒരുക്കങ്ങൾ അവിടെ ഉണ്ട്? ഇന്നത്തെ സമരം രാജ്യവ്യാപകമായ ശ്രദ്ധ നേടും. അത് കേന്ദ്ര സർക്കാരിന്റെ കണ്ണ് തുറപ്പിക്കുമെന്ന പ്രതീക്ഷയാണ് കേരള സർക്കാരിനുള്ളത്. ഫണ്ടുകൾ കിട്ടാനുള്ള താമസം, ഫണ്ട് ലഭിക്കാത്ത അവസ്ഥ, ഒപ്പം തന്നെ കേരളത്തിന്റെ വികസനത്തിന് മുരടിപ്പിക്കുന്ന നിലയ്ക്കുള്ള സമീപനം എന്നിവ കേന്ദ്രം സ്വീകരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം. ഞാനുള്ളത് സമരവേദിക്ക് 400 മീറ്റർ ഇപ്പുറം കേരള ഹൗസിലാണ്. ഇവിടെയും ഒരുക്കങ്ങളാണ്. 10:50 ഇവിടെ MLA-മാരും മന്ത്രിമാരും ഒത്തുചേരും. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇവിടെ നിന്നൊരു മാർച്ചായി 400 മീറ്റർ ദൂരം നടന്ന് ജന്തർ മന്ദർ എത്തി 11 മണി മുതൽ 1 മണി വരെ സമരം ചെയ്യും. ഇതാണ് രീതി. ഇവിടെ ഇപ്പോൾ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ കാണുന്നതൊക്കെ ഡൽഹിയിലുള്ള മലയാളികളായ വിദ്യാർത്ഥികളും മറ്റുമാണ്. അവർ ഈ സമരത്തിന്റെ വളണ്ടിയർമാരാണ്. ഒപ്പം തന്നെ MLA-മാരോടെ ഉണ്ട്, മന്ത്രിമാരുണ്ട്. നമുക്ക് ഇവരോട് സംസാരിക്കാം. നിങ്ങളൊക്കെ എവിടെ പഠിക്കുന്ന ആൾക്കാരാണ്? ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളാണ്. അവിടുത്തെ സംഘടനാ പ്രവർത്തകരാണ്? സംഘടനാ പ്രവർത്തകരാണ്. ഓക്കെ. എന്താണ് പാർട്ടി നിർദ്ദേശപ്രകാരം, SFI നിർദ്ദേശപ്രകാരം വന്നാണോ? അങ്ങനെ തന്നെ. കേന്ദ്രം കേരളത്തെ എന്ത് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് തോന്നുന്നത്? അതായത് കേരളത്തോടുള്ള കേന്ദ്ര അവഗണന നിങ്ങൾ തുടർച്ചയായി കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതിനെതിരെ കേരള സർക്കാർ നടത്തുന്ന ഈ അതെ, ഞങ്ങളെ ഡൽഹിയിലെ SFI വിദ്യാർത്ഥികളും ആളുകൾ വരാനുണ്ടോ? അതിനെയും കുറച്ച് ആളുകൾ എത്തിച്ചേരാനുണ്ട്. ശരി, അപ്പൊ നടക്കും. അപ്പൊ ഇങ്ങനെ വിദ്യാർത്ഥികളുണ്ട്, ഒപ്പം തന്നെ നേതാക്കന്മാരുണ്ട്, MLA-മാരുണ്ട്. ഇപ്പോ മറ്റു മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് EP ജയരാജൻ, ഒപ്പം തന്നെ KV തോമസ് മാഷുണ്ട്. KV തോമസ് മാഷോട് സംസാരിക്കാൻ പറ്റുമോ? മാഷെ ഒരു മിനിറ്റ്. സമരത്തിന്റെ ഒരുക്കങ്ങളൊക്കെ അവിടെ വരും? എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നല്ല രാത്രിയോടുകൂടി തന്നെ എല്ലാം പരിഹരിച്ച് നമ്മുടെ നേതാക്കന്മാരെല്ലാവരും വരുന്നുണ്ട്. ഇവിടുന്ന് 10:50 മാർച്ച് എല്ലാവരും. അവിടെ അനുമതികളൊക്കെ ഉണ്ടോ? അനുമതിയുടെ പ്രശ്നമില്ലല്ലോ. നേരത്തെ സമരം നടത്തുകയാണ്. അല്ല, നമ്മൾ എഴുതി കൊടുത്തതല്ലേ, അവര് നിഷേധിച്ചിട്ടില്ലല്ലോ. ശരി മാഷ്. അപ്പൊ ഇങ്ങനെ ഒരുക്കങ്ങളാണ്. ഒപ്പം തന്നെ KK ശൈലജ ടീച്ചർ നമുക്കൊപ്പം ചേരുകയാണ്. MLA ടീച്ചറെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ടീച്ചർ ടാഗൊക്കെ ഇട്ട് സമരത്തിനൊരുങ്ങിയിരിക്കുകയാണ്. എന്താണ് ടീച്ചർക്ക് കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ളത് സമരത്തിന് പോകാൻ ഒരുങ്ങുമ്പോൾ? അതായത് നമ്മുടെ കേരളം മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത സാമൂഹ്യ സുരക്ഷാ സംവിധാനങ്ങളുള്ള സംസ്ഥാനമാണ്. എല്ലാ വിഭാഗം ജനങ്ങളെയും കൈപിടിച്ചുയർത്തുക എന്നതാണ് വർഷങ്ങളായി നാം സ്വീകരിച്ചു പോരുന്ന സമീപനം. എന്നാൽ ആ സാമൂഹ്യ സുരക്ഷിതത്വത്തിന് ഭംഗം വരുത്തുന്ന രീതിയിലാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടപെടൽ. കാരണം നമ്മൾ നടത്തുന്ന ക്ഷേമ പദ്ധതികളും സാധാരണക്കാർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യധാന്യ വിതരണം, ക്ഷേമ പെൻഷനുകൾ, വിദ്യാഭ്യാസ സൗജന്യം, ആരോഗ്യ മേഖലയിലെ സൗജന്യം, ഇതെല്ലാം കൃത്യമായി നടത്തി കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് അർഹതപ്പെട്ട ടാക്സ് ഷെയർ കിട്ടണം. 14ാം ധനകാര്യ കമ്മീഷൻ പറഞ്ഞിട്ടുള്ള ടാക്സ് ഷെയർ പോലും തരാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാവുന്നില്ല. 42% നികുതി വിഹിതം തരണമെന്ന് നിർദ്ദേശിച്ചപ്പോഴും നമുക്ക് 42% പോയിട്ട് 30% പോലും തരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഈ നമ്മുടെ കാശാണ്, നമ്മുടെ രാജ്യത്തിന്റെ കാശാണ്, എല്ലാ നികുതി കാശും. അത് ഫെഡറൽ വ്യവസ്ഥിതിയാണ്, സംസ്ഥാനങ്ങളുടെ യൂണിയനാണ് കേന്ദ്രം. കേന്ദ്ര ഗവൺമെന്റിലേക്ക് പോകുന്നു നികുതി വിഹിതം. അതിനകത്തൊരു വിഹിതം സംസ്ഥാന ഗവൺമെന്റുകൾക്ക് തരുന്നു. അത് ന്യായമായിട്ട് തരണം. ജനാധിപത്യപരമായ ഫെഡറലിസ്റ്റ് ആയിരിക്കണം. നമ്മളതേ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ അത് കിട്ടുക എന്നുള്ളത് ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരുടെ മാത്രം ലക്ഷ്യമാകരുത്. കേരളത്തിന്റെ മൊത്തം നമ്മൾ നേടിയതിൽ നിന്ന് നമുക്കിനി പുറകോട്ട് പോകാൻ പറ്റില്ല, പട്ടിണിയിലേക്ക് പോകാൻ പറ്റില്ല. മറ്റു രീതിയിലുള്ള വിദ്യാഭ്യാസ സൗജന്യം അതൊന്നും നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. അപ്പോ ജനങ്ങളാകെ കൂടെ നിൽക്കണം ഈ സമരത്തിൽ എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഒരു കാര്യം, ഇതാ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾ ടീച്ചറെ കാണാൻ വേണ്ടി കൂടെ നിൽക്കുന്നുണ്ട്. എന്താ ടീച്ചർ? മക്കളെ, സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് വന്നതാ. നല്ല തണുപ്പുണ്ട്. ഓക്കെ, ഡൽഹി യൂണിവേഴ്സിറ്റി അല്ലേ? ഓക്കെ. ഒരു മിനിറ്റ്. ടീച്ചറെ കണ്ടപ്പോ നിങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങോട്ട് വരാനുള്ള കാര്യം എന്താ? ടീച്ചറോട് വലിയ താല്പര്യം ഉണ്ടോ? ടീച്ചറോട് താല്പര്യമില്ലാത്തവരാരുമില്ലല്ലോ. ടീച്ചർ താല്പര്യം ധാരാളം കേരളത്തിലല്ലേ. ടീച്ചറായിട്ട് സെൽഫി ഒക്കെ എടുക്കണ്ടേ? അത് മസ്റ്റ് അല്ലേ? അപ്പൊ സമരത്തിനെല്ലാം തയ്യാറായി ഒരുങ്ങി കുട്ടികൾ, വിദ്യാർത്ഥികളുടെ പൂർണ്ണമായ പിന്തുണയുണ്ട്. കാരണം അവരാണ് നാളത്തെ കേരളത്തിന്റെ പ്രതീക്ഷകൾ. അപ്പൊ ആ പ്രതീക്ഷ കെടുത്തുന്ന രീതിയിൽ കേന്ദ്ര ഗവൺമെന്റ് ഇടപെടുമ്പോൾ നമ്മുടെ ജനാധിപത്യത്തിനും മതേതരത്തിനും ഒക്കെ ഭീഷണിയാകുമ്പോൾ ഈ കുട്ടികളാണ് നമ്മുടെ പ്രതീക്ഷ. ഞങ്ങൾക്കെല്ലാം വയസ്സായി, ഇനിയിപ്പോ ഈ കുട്ടികളാണ് കേരളത്തിന്റെ പ്രതീക്ഷ. അവരുടെ ഉത്സാഹം നമുക്ക് കൂടി ആവേശം പകരുന്നതാണ് എന്നുള്ളതാണ്. അവരൊക്കെ കാത്തുവെക്കുന്നുണ്ട്. ഓക്കെ, റെഡി.
അപ്പൊ എന്തായാലും ഇങ്ങനെ സമരത്തിന്റെ ഒരുക്കങ്ങൾ സജീവമാണ്. കേരള ഹൗസിലും ജന്തർ മന്ദറിലും ഒക്കെ